ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീഡിയ വ്ളോഗ്സ്. മറ്റന്മാരെ എന്തുണ്ട് വിശേഷം? സുഖമെല്ലാം വിചാരിക്കുന്നു. നമ്മൾ കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഞാനും അർഷദ് ഒരുമിച്ചിട്ട്. അപ്പോൾ അർഷദ് പറഞ്ഞ പോലെ അർഷദ് അവൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലാണ്. ലോക്ക്ഡൗൺ കാരണം തന്നെ ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാൻ കഴിയാണ്ടായി. എന്നാലും നല്ല നല്ല വീഡിയോസ് നമ്മളിപ്പോഴും നമ്മുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്ലബ് ഹൗസ് എന്ന ആപ്പിനെ കുറിച്ചാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് അതിലേക്ക് കേൾക്കാം. അപ്പോൾ ഒരു അടിപൊളി സോഷ്യൽ മീഡിയ ആപ്പ് തന്നെയാണ് ക്ലബ് ഹൗസ്. അപ്പം ഇതിൽ നമുക്ക് ഓഡിയോ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസും ഇമേജസും പോസ്റ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിലും പോലും നിങ്ങൾക്ക് ഫ്രണ്ട്സിലായിട്ട് കോൺഫറൻസ് അല്ലെങ്കിൽ ചാറ്റ്സ് അല്ലെങ്കിൽ ഒരു വോയിസ് ഗ്രൂപ്പ് തന്നെ ലൈവായിട്ട് ആൾക്കാരോട് സംസാരിക്കാം. അങ്ങനെയൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ക്ലബ് ഹൗസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ക്ലബ് ഹൗസ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വെൽക്കം പേജ് ആദ്യം തന്നെ ഓപ്പൺ ആയി കിട്ടും. അപ്പം നിങ്ങൾ യൂസർ നെയിം ഉണ്ടാക്കണമെങ്കിൽ ഗെറ്റ് യുവർ യൂസർ നെയിം എന്ന് കൊടുക്കുക. അതിൽ ഫോൺ നമ്പറൊക്കെ അടിച്ചു കൊടുക്കുക. ഫോൺ നമ്പർ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു OTP വരുന്നതായിരിക്കും, അതും അടിച്ചു കൊടുക്കുക. അങ്ങനെ ലോഗിൻ ചെയ്യുന്നതിൽ നിങ്ങൾ ഫുൾ നെയിം, യൂസർ നെയിം, പ്രൊഫൈല്, ഫ്രണ്ട്സുള്ള ചിലവരൊക്കെ ഫോളോ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ മെയിനായിട്ട് ഈ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും എത്തിപ്പെടുക. സംഭവം എനിക്കിവിടെ ഓൾറെഡി വന്ന്, കാരണം ഞാൻ പ്രൊഫൈൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇൻ്റർഫേസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ ഹെഡിങ് ടൈറ്റിൽസ് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. ഓരോന്നിനും ഓരോരോ ടോപ്പിക്കുണ്ട്. പിന്നെ ഗൈസ്, ഈ മെയിൻ ഇൻ്റർഫേസിൽ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൻ്റെ ലെഫ്റ്റിൽ തന്നെ ആയിട്ട് ഒരു ബെല്ലൈക്കൺ കാണാൻ കഴിയും. അതിൽ കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ടിവിറ്റിയിലേക്കായിരിക്കും പോവുക നേരെ. അപ്പോൾ ഇതിൽ നിങ്ങൾ ആരൊക്കെ ഫോളോ ചെയ്തു അങ്ങനെയൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ നിങ്ങളുടെ കോൺടാക്ട്സുകൾ ആരെങ്കിലും പുതിയതായിട്ട് ക്ലബ് ഹൗസിൽ ചേർന്നിട്ടുണ്ടോ എന്നുള്ളതും നിങ്ങൾക്ക് കാണാൻ കഴിയും. അവർ വേണമെങ്കിൽ നിങ്ങൾ ഫോളോയും ചെയ്യാം. ഈ ബെൽ ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു കലണ്ടറിൻ്റെ ചിഹ്നം കാണാം. അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സജഷനിൽ വരുന്ന ഓരോരോ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഷോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്നതായിരിക്കാം. എത്ര മണി മുതൽ എത്ര മണി വരെ സമയമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഈ ഷോ കാണാൻ താല്പര്യം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിലുള്ള ബെൽ ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോ തുടങ്ങുന്ന ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഇപ്പുറത്തുള്ളത് ഒരു ലെറ്ററിൻ്റെ ഒരു ചിഹ്നമാണ്. അത് നിങ്ങൾക്ക് ഫ്രണ്ട് ഇൻവൈറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി 5 ഇൻവൈറ്റാണ് ഉള്ളത്. അപ്പം നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ കഴിയും. ഒരുപാട് ആൾക്കാരെയും അതുപോലെ തന്നെ ഒരുപാട് ചാനൽസിനും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഉള്ള ഒരു റൂം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റൂമിൽ കയറാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ റൂമിൽ കയറിയിട്ടുണ്ട്. നിങ്ങൾ കയറിയാൽ തന്നെ ഒരുപാട് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത് കാണാം. ഒരുപാട് ലിസണേഴ്സും കാണാം. നമ്മളൊരു ലിസണേഴ്സാണ്, കാരണം നമ്മൾ പറയുന്നതൊന്നും ഇപ്പോൾ ഇതിൽ കേൾക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കണം, അവരായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റൈസ് ഹാൻഡ് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം റൈസ് ഹാൻഡ് എന്നുള്ളത് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യണം. അപ്പം അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ റൈസ് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ ഇപ്പോൾ അതിൻ്റെ മോഡറേറ്റേഴ്സ്, ഈ റൂമിൻ്റെ മോഡറേറ്റേഴ്സ് അത് ടേൺ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അബദ്ധവശാൽ ഏതെങ്കിലും ഒരു റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ, അറിയാണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലീവ് ക്വയറ്റ്ലി വന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതാകുമ്പം ആരും അറിയില്ല നിങ്ങൾ പോകുന്നത്. നമുക്ക് തൽക്കാലം ലീവ് ക്വയറ്റ്ലി കൊടുക്കാം. ഇനി നിങ്ങൾക്കും ഇതുപോലെ നല്ലൊരു ടോപ്പിക് ഉണ്ടാക്കിയിട്ട് ഒരു റൂം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് റൂം കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആഡ് ടോപ്പിക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു മുകളിൽ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാനൊരു ടോപ്പിക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഓപ്പൺ, ഒന്ന് സോഷ്യൽ, ഒന്ന് ക്ലോസ്ഡ്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് കാണാൻ കഴിയും. അപ്പം രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലാണ്. അതിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാർ മാത്രം നിങ്ങളെ തേടി വരുള്ളൂ. അതുപോലെ തന്നെ ക്ലോസ്ഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രമാക്കിയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ക്ലബ് ഫേസ് എന്നുള്ള ഈ ഒരു ആപ്പ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരമായെന്ന് അറിയത്തില്ല. അപ്പോൾ ഉപകാരപ്രദമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ അതുവരേക്കും വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. കീപ് സപ്പോർട്ടിങ് us. ബൈ ബൈ.